ഹായ് ഫ്രണ്ട്സ്, അബീസ് യുഗയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ളത് ന്യൂ കാസിലാണ്. ന്യൂ കാസിലിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു കേരള സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോർ പരിചയപ്പെട്ടതും അതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാൻ പറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു വീഡിയോ തരാമോ? അതായത് ഇപ്പോൾ യു കെനെ പറ്റി. യു കെയിൽ വന്നിട്ട് ഇപ്പോൾ എനിക്ക് 3 വർഷമായി. ചേട്ടൻ ശരിക്കും ഞങ്ങൾക്കൊരു ഇൻസ്പയറിംഗ് ആണ്. വേറെ ഒന്നുമല്ല, യു കെയിൽ വന്നിട്ട് ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ചേട്ടൻ്റെ വളർച്ചേനെ പറ്റി ചെറുതായിട്ട്, അതായത് യു കെയിൽ പണിയെടുത്താൽ വിജയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ വീഡിയോ നിങ്ങളെടുത്തോ. കാരണം നമുക്കിത് നമ്മുടെ ചാനലിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ യു കെയിൽ ഇത്ര വർഷമായിട്ടുള്ള ഒരാൾക്കുടെ വീഡിയോ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടു. പിന്നെ വന്ന വഴികൾ അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാനെല്ലാം പറയാടാ, മറ്റുള്ളവർക്ക് ഗുണം കിട്ടുവാണെങ്കിൽ ഗുണം കിട്ടിക്കോട്ടെ എന്ന് കാണിച്ച ആ മനസ്സിന് ഫസ്റ്റ് തന്നെ ബിഗ് താങ്ക്സ്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, എൻ്റെ പേര് ബിനു കിഴക്കേൽ. ഞാൻ നാട്ടിൽ കോതമംഗലത്താണ്. കോതമംഗലത്ത് തൃക്കാരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2006 യു കെയിൽ വന്നത്. യു കെയിൽ വന്നതിന് ശേഷം 1 വർഷത്തോളം ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു. അതിനുശേഷം തോന്നി എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം. അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ എന്ത് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ട്രാവൽ ഏജൻസിയാണ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസ് ഇടാനായിട്ട് ഒരു കെട്ടിടം നോക്കി കിടക്കുമായിരുന്നു. അതിന് പറ്റിയൊരു സ്ഥലം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കട ഇവിടെ കൊടുക്കാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കടയുടെ ഓണർ പറഞ്ഞു, നിനക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു ഓഫീസ് ഇട്ടാൽ പോരെ, കടയായിട്ട് തന്നെ നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു നല്ല ഐഡിയ ആണല്ലോ, എന്നാൽ അങ്ങനെ നോക്കാം. അങ്ങനെ വിചാരിച്ച് ഞാൻ ആ കടയും ഇങ്ങോട്ട് മേടിച്ചു. മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, എല്ലാവരെയും പോലെയും വളരെ ബുദ്ധിമുട്ടിലാണ്, തുടക്കക്കാരനാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് നാളായുള്ളൂ. എങ്കിലും നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ച് അങ്ങനെ ഞാൻ ആ കട മേടിച്ച് അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ട്രാവൽ ഏജൻസി നടത്തുന്നതിനേക്കാൾ ലാഭകരം കട നടത്തുന്ന ബിസിനസ്സാണ്. അങ്ങനെ ഞാൻ ട്രാവൽ ഏജൻസി എന്നുള്ള എൻ്റെ ആ സ്വപ്നം വേണ്ടാന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും കടയിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ ഒരു കട നടത്തി. ആ സമയങ്ങളിൽ വളരെ കുറവ് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എങ്കിൽ പോലും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. അപ്പം ഞാൻ സാവകാശം അടുത്തൊരു കട മേടിച്ചു. ആ കട മേടിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ അനിയനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റി. അനിയത്തി. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഒരു എനർജി ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ആളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അവനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു കടയിൽ കൂടി എടുത്തു. അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അധികം പേരും മലയാളികൾ തന്നെയാണ്. അപ്പം അവരെല്ലാം ഒരു സ്റ്റാഫിനേക്കാൾ ഉപരി ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് എന്നോട് ഒത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർ തന്നെ പറയുകയാണ്, ചേട്ടാ ഒരു കട എടുക്ക്, ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഒരു കട എടുക്ക്, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഒരു കട വേണം. അപ്പം ഈ കടകളെല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ അറിയപ്പെടുന്നത്. കടയെല്ലാം എൻ്റെ ആണെങ്കിൽ ഇവർ പറയും ഇന്നയാളുടെ കട. അപ്പം അങ്ങനെ അതൊരു ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കടകൾ മേടിച്ച് ഒരു സമയത്ത് ഞാൻ 2012 സമയമായപ്പോഴത്തേക്കും ഒരു 12 കടകളോളം നമ്മൾ ഇവിടെ നടത്താനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പം പിന്നെ ഈ അന്ന് ആ സമയങ്ങളിലൊക്കെ വിസയ്ക്ക് ഇപ്പോഴത്തെ അത്രയും ഒന്നും ലളിതമൊന്നുമല്ല, ഭയങ്കര പാടാണ്. അപ്പോൾ പലർക്കും, എൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു, വേറൊരു അനിയൻ. അപ്പോൾ അവൻ ഇതുപോലെ തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ പലരും മാറിപ്പോണ്ടായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇനി ഇത് പുറത്തുനിന്നുള്ള സ്റ്റാഫിനെയൊക്കെ വെച്ച് ഓടിക്കൽ അത്ര ലാഭകരമല്ല, കൊടുക്കാമെന്ന് ഓർത്ത് പല കടകളും കൊടുത്തു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാനൊരു 6 കട എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തി. അങ്ങനെ ഇപ്പം 6 കട നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ മലയാളിക്കടയായിട്ട് 2 കടയുണ്ട്. 3ാമത്തെ പുതിയ കട അടുത്ത 22-ാം തീയതി ഞങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയ വേറൊരു ആശയമായിരുന്നു. അതെനിക്ക് കൊറോണ സമയത്ത് തോന്നിയതാണ്. കൊറോണ സമയത്ത് ഇവിടെ നമ്മുടെ സാധനങ്ങളുടെയൊക്കെ ഒരു ലഭ്യത വളരെ കുറവായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ഈ അരിയും സാധനങ്ങളും ബാക്കിയുള്ള പൊറോട്ട, തേങ്ങ ഇതെല്ലാം യു കെയിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നുകൂടാ, എന്നിട്ടൊരു മിതമായ വിലയിൽ കൊടുത്തുകൂടാ എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ഇവിടെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു അതൊരു ചെറിയ പരിപാടിയായിരിക്കും. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതൊരു വലിയ ബിസിനസ്സാണ്, ഇതിന് വലിയ സ്കോപ്പ് ഉണ്ട് ഇവിടെ. അങ്ങനെ തുടങ്ങി ഞങ്ങൾ നാട്ടിൽ നിന്ന് ആദ്യം ഓരോ കണ്ടെയ്നർ കൊണ്ടുവന്ന് തുടങ്ങി. 2ആയി, 3ആയി, അങ്ങനെ അത് കൂടി ഇപ്പം മാസം ഒരു 7 കണ്ടെയ്നർ അല്ലെങ്കിൽ 8 കണ്ടെയ്നർ സാധനം ഇവിടെ വന്ന് ഞങ്ങളുടെ യു കെയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ മാമാസിൻ്റെ ഫ്രോസൺ ഫുഡും ക്രൗൺ മലബാറിൻ്റെ ഫ്രോസൺ ഫുഡും ഞങ്ങൾ യു കെയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രൈ ആയിട്ട് ഞങ്ങൾ ബോധിനി, ഈ കെ കർണൻ്റെ
ബിന്ദ കണ്ണൻ്റെ ഒരു കമ്പനിയാണ്. പിന്നെ ഞങ്ങളുടെ നോൺ ബ്രാൻഡായിട്ടുള്ള ഡിലൈറ്റ് മലബാർ, മദേഴ്സ്, UK മദേഴ്സിൻ്റെ സപ്ലയർ ഞങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് പിന്നെ ആശീർവാദിൻ്റെ ഫ്രോസൺ ഫുഡിൻ്റെ നോർത്ത് ഈസ്റ്റിലെ ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ പ്രോഡക്റ്റുകളും തന്നെ എല്ലാ സാധനങ്ങൾ, അതുപോലെ പാത്രങ്ങൾ, മിക്സികൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് എത്തിച്ച് ഇവിടെ വന്നിരിക്കുന്ന മലയാളികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും നല്ല സഹകരണമാണ്. ഞങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ടും വില നല്ലതുകൊണ്ടും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്കിലും എല്ലാ സഹകരണത്തിനും എപ്പോഴും ഞങ്ങൾ അവരോടും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ടും പോകുന്ന ഓരോ കാര്യങ്ങളിലും ഞങ്ങളോട് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ഞങ്ങൾ ഈ UK ഇത്രയും പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ UK മുഴുവൻ ഭാഗത്തുള്ള മലയാളികളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം അതിനായിട്ട് ഞങ്ങൾ പല മലയാളി സ്റ്റോറുകളിലും ഏഷ്യൻ സ്റ്റോറുകളിലും എല്ലാം കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒറ്റപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ UK അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന താല്പര്യമുള്ള ഒരുപാട് മലയാളികളും ഇവിടെ വന്നിട്ടുണ്ട്. വലിയൊരു നമ്മുടെ മലയാളി കേരള ജനതയുടെ വലിയൊരു കുടിയേറ്റത്തിന്റെ സമയമാണ് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല നല്ല ബിസിനസ്സുകാർ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നവരും മുന്നോട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു പരിപാടികൾ എൻ്റെ മനസ്സിലിങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 30,000 പൗണ്ടെങ്കിലും അവർ മുടക്കാൻ തയ്യാറാണെങ്കിൽ UK ഏത് ഭാഗത്തും ഒരു മലയാളി കട അല്ലെങ്കിൽ ഒരു ഓഫ് ലൈസൻസ് കട ഇട്ട് കൊടുക്കാനായിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്ത് കടയിട്ട് കൊടുത്ത് അവരെ കൂടെ നിന്ന് എപ്പോഴും ആ ഒരു ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പം ഈ UK വന്നിട്ട് 24 വർഷമായെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അപ്പം അതിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാട്ടിൽ നിന്ന് ഈ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരു ചെറിയ പണിയാണെങ്കിലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഏകദേശം 43ഓളം പേര് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ തന്നെ. പിന്നെ കുറച്ച് പേര് ഇംഗ്ലീഷുകാരുണ്ട്. പിന്നെ ഏകദേശം ഒരു 160ഓളം പേര് ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ 22 വർഷത്തിനുള്ളിൽ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് 22 വർഷമായി വന്ന് പോയി അവരോരോ കാരണങ്ങളിൽ മാറിപ്പോവുകയോ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് 160ഓളം പേര് വന്ന് ജോലി ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം ഈ 42ഓളം പേരോളം മലയാളികൾ തന്നെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. അല്ലാതെ ഞാൻ ബോസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരോട് എന്ത് കാര്യത്തിന് ഇറങ്ങും, അവർക്കും താല്പര്യമാണ് അതെല്ലാം. അപ്പം അങ്ങനെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞു പോകുന്നു. ഗൈസ്, ഇതാണ് മലയാളി. നമ്മൾ തമാശയ്ക്കാണെങ്കിലും പടങ്ങളിലാണെങ്കിലും പറയും, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളിയും കാണും, ആ മലയാളിക്ക് ഒരു ബിസിനസ്സും കാണുമെന്ന്. അതുപോലെ തന്നെയാണ് ഇത്. നമ്മൾ ചെയ്യണ തൊഴിലിൽ 100% ആത്മാർത്ഥതയോടെ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അബീസ്, സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.